തിരുവനന്തപുരം പോത്തൻകോട് ഭാര്യയുടെ മൂക്കിൽ ഭർത്താവ് വെട്ടിപ്പരിക്കേൽപ്പിച്ചു. കല്ലൂർ കുന്നുകാട് സ്വദേശിനി സുധയുടെ മൂക്കാണ് ഭർത്താവ് അനിൽകുമാർ വെട്ടിയത്. ആക്രമണത്തിന് പിന്നാലെ അനിൽകുമാർ ഒളിവിൽ പോയി. പോത്തൻകോട് പോലീസ് വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. അഖിൽഷാ അൻസാർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. അഖിൽഷാ, ഇവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? തന്നെയുമല്ല, ഈ പ്രതി പഞ്ചായത്തംഗം, മുൻ പഞ്ചായത്തംഗം കൂടിയാണെന്ന് അഖിൽഷായുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, അല്ലേ? വിജയകുമാർ, ഇന്ന് പുലർച്ചെയാണ് തിരുവനന്തപുരം പോത്തൻകോട് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. അതായത് ഈ ഭർത്താവും അതുപോലെ തന്നെ ഭാര്യ സുധ, ഈ അനിൽകുമാറും സുധയുമായി കഴിഞ്ഞ കുറെ കാലമായി പിണങ്ങി താമസിക്കുകയായിരുന്നു. ഇന്ന് ഈ ഭാര്യയുടെ ബന്ധുവിന്റെ ഒരു മരണ വീട്ടിൽ വെച്ചാണ് യാതൊരു പ്രകോപനവുമില്ലാതെ അനിൽകുമാർ അവിടെ എത്തുകയും ഇവരെ പലതവണ പരിക്കേൽപ്പിക്കാനായി ശ്രമിക്കുകയും ചെയ്യുന്നത്. 3 തവണ വെട്ടി എന്നുള്ളതാണ് നിലവിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിവരം. ആദ്യം വെട്ടിയപ്പോൾ ഭാര്യ അത് തടുത്തു. അതിന് പിന്നാലെ കൈവിരലിൽ വെട്ടി. കൈവിരലിലും അത്യാവശ്യം വലിയ പരിക്ക് ഏറ്റിട്ടുണ്ട്. പിന്നാലെയാണ് ഈ മൂക്കിലും ഇയാൾ വലിയ രീതിയിൽ വെട്ടുന്നത്. ഈ വെട്ടിൽ മൂക്ക് അറ്റു തൂങ്ങി എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അതിന് പിന്നാലെ 15 തുന്നലാണ് ഇവർക്ക് ഇട്ടത്. ആദ്യം ഇതിന് പിന്നാലെ ഇവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയും തേടി. നിലവിൽ ഇപ്പോൾ വീട്ടിലാണുള്ളത്. ആരോഗ്യനിലയിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അത് കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും എന്നുള്ളതാണ് ഡോക്ടർമാരും വ്യക്തമാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അനിൽകുമാർ എന്നത് പോത്തൻകോട് പഞ്ചായത്തിലെ മുൻ വാർഡ് മെമ്പർ കൂടിയാണെന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഈ 2019 ഭർത്താവുമായി പിണങ്ങി ഈ സുധ മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിക്കുന്നത്. ഇന്നലെ ഈ ബന്ധുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ ബന്ധുവിന്റെ വീട്ടിലെത്തിയിരുന്നു. അപ്പോഴാണ് യാതൊരു പ്രകോപനവും ഇല്ലാതെ അനിൽകുമാർ ഇവിടെ എത്തുകയും ഇയാളുടെ കയ്യിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് മൂക്കിൽ വെട്ടുകയും ചെയ്യുന്നത്. നിലവിൽ ഈ സംഭവത്തിൽ പോത്തൻകോട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. വധശ്രമത്തിന് ഉൾപ്പെടെയാണ് കേസെടുത്തിട്ടുള്ളത്. ഈ സംഭവത്തിന് പിന്നാലെ അനിൽകുമാർ ഒളിവിലും പോയിട്ടുണ്ട്. ഇയാൾക്കായുള്ള അന്വേഷണവും പോലീസ് വ്യാപിപ്പിച്ചിട്ടുണ്ട്. പ്രതി അനിൽകുമാർ ഒളിവിൽ പോയി. പോത്തൻകോട് പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. ഇയാളെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ഈ അനിൽകുമാർ പോത്തൻകോട് പഞ്ചായത്തിലെ മുൻ പഞ്ചായത്ത് അംഗമാണ് എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അഖിൽഷാ അൻസാറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരം.